കാക്കനാട് ഇൻഫോ പാർക്കിനോട് വളരെ അടുത്തായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീട് നോക്കുന്നവർക്ക് പറ്റിയൊരു യൂസർ വീടുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നുള്ളത്. 3 വർഷമാണ് പഴക്കമുള്ളത്. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് പള്ളിക്കരയിലാണ്. റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വില്ല വന്നുള്ളത്. അതിൽ കോർണർ പ്ലോട്ടും കൂടിയാണ്. അപ്പം 3.5 സെൻറ്റ് ലാൻഡ് ഏരിയയിൽ 1550 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK കൂടിയാണ്. ഇതിൽ ഇൻവെർട്ടർ, ഡൈനിങ് ടേബിൾ അടക്കമായിട്ടാണ് ഇതൊക്കെ കൊടുക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ആദ്യം കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് വരാം. വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്തുണ്ട്. പോർച്ച് കവർ ചെയ്തിരിക്കുന്നത് പോളികാർബൺ ഷീറ്റ് കൊടുത്തിട്ടാണ്. ഒരു സൈഡിൽ നമുക്ക് വെർട്ടിക്കൽ ഗാർഡനൊക്കെ ചെയ്യാവുന്ന രീതിയിൽ ഗ്രില്ല് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. വിശാലമായിട്ടുള്ളൊരു വർക്ക് ഏരിയ ഒക്കെ വരുന്നുണ്ട്. ഇനി ഫ്രണ്ടിലായിട്ട് നല്ല കിണറും വരുന്നുണ്ട്. ഇനി നമ്മൾ വീടിൻ്റെ അകത്തേക്കാണ് കയറാൻ പോകുന്നത്. സിറ്റ് ഔട്ട് ഗ്രാനൈറ്റിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അകത്തേക്ക് കയറാം. വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് പടിഞ്ഞാറോട്ടാണ്. 2 പീസ് ഡോറാണ് വന്നുള്ളത്. നല്ല മരത്തിൽ തീർത്ത 2 പീസ് ഡോർ വന്നിട്ടുണ്ട്. അപ്പോൾ നേരെ നമ്മൾ ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത്. ഇങ്ങനെ കോർണർ സോഫ സെറ്റ് ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. കർട്ടൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് വെസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡാണ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റെല്ലാം കൊടുത്തിട്ടുണ്ട്. TV സ്പേസ് വരുന്ന ഭാഗത്തായിട്ട് ഒരു ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ബോക്സ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. വലിയൊരു TV ഹാങ് ചെയ്യാനുള്ളൊരു സ്പേസ് നമുക്ക് ഇവിടെയുണ്ട്. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഡൈനിങ് സ്പേസിലേക്ക് പോവുകയാണ്. ഈ ഡൈനിങ് സ്പേസിലേക്ക് പോകുന്ന എൻട്രൻസും ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. 6 ചെയറിൻ്റെ ടേബിൾ ഈസി ആയിട്ട് വീഴുന്ന രീതിയിൽ നമുക്ക് സ്പേസ് ഉണ്ട്. ഇതാണ് ഈസ്റ്റ് സൈഡ് വന്നിട്ടുള്ളത്. 3 പാളി ജനൽ വന്നിട്ടുണ്ട്. ഇവിടെയും കർട്ടൻ ചെയ്തിട്ടുണ്ട്. ഫാൾ സീലിംഗിൽ LED ലൈറ്റുകളും അതുപോലെ ഫാനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ കിച്ചനായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു സൈഡിൽ ഭംഗിയുള്ളൊരു കോക്കറി ഷെൽഫ് വന്നിട്ടുണ്ട്. ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഡൈനിങ് സ്പേസ് നമ്മൾ കണ്ടു. നേരെ കിച്ചണിലേക്ക് വരികയാണ്. കിച്ചൺ വന്നിരിക്കുന്നത് സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്. L ഷേപ്പിൽ സ്ലാബ് വന്നിരിക്കുകയാണ്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. ഫാൻ വന്നിട്ടുണ്ട്. ഇലക്ട്രിക്കൽ ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. സൗത്ത് സൈഡിലും ഈസ്റ്റ് സൈഡിലും ജനൽ കൊടുത്തിട്ടുണ്ട്. 2 ടാപ്പ് വരുന്നുണ്ട്. ക്വാളിറ്റി ഉള്ള സിങ്കും കൂടിയാണ്. അപ്പം കിച്ചണിൽ വരെ മേലെ ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വർക്ക് ഏരിയയിലേക്ക് വരികയാണ്. വിശാലമായിട്ടുള്ളൊരു വർക്ക് ഏരിയയാണ്. ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ സ്ലാബ് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് പോളികാർബൺ ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ടാപ്പ് പോയിൻറ്റ്, പവർ പോയിൻറ്റ്, വേസ്റ്റ് ലൈനൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല വിശാലമായുള്ള വർക്ക് ഏരിയയാണ്. പണി പുരോഗമിക്കുന്നതുകൊണ്ടാണ് ഓരോരോ സാധനങ്ങൾ നമ്മൾ കാണുന്നത്. അപ്പം ഒരുപാട് യൂസ് ചെയ്യാത്ത വീടും കൂടിയാണ്. ഇവിടെയായിട്ടാണ് നമുക്ക് വാഷ് കൗണ്ടർ വന്നുള്ളത്. നാനോ വൈറ്റ് ഗ്രാനൈറ്റിന് മേലെ സീറയുടെ ഫിറ്റിങ്സ്, മിറർ, ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇതിനകത്താണ് ഇൻവെർട്ടർ വരുന്നത്. നേരെ നമ്മൾ ബെഡ്റൂമിലേക്ക് വരികയാണ്. ബെഡ്റൂമിൻ്റെ അളവെന്ന് പറയുന്നത് 12 അടി നീളവും 10 അടി വീതിയുമാണ്. കബോർഡ് വരുന്നുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് റൂമും കൂടിയാണ്. ഫാനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. AC പോയിന്റ് കൊടുത്തിട്ടുണ്ട്. കർട്ടനും വരുന്നുണ്ട്. നേരെ നമ്മൾ ഇതിൻ്റെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് പോവാണ്. നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. ഏകദേശം 12 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഫാന് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ മാറി ഒതുങ്ങിയിട്ടാണ് വാർഡ്രോബ്സും അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ടേബിളും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാത്റൂം ഒന്ന് നോക്കാം. വാഷ് ബേസിൻ, സിംഗിൾ പീസ് ക്ലോസറ്റ്, 2 ടാപ്പ്, ഷവർ കോക്ക്, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. സാമാന്യം ഭേദമുള്ളൊരു ബാത്റൂമാണ്. ഒരുപാട് വലുപ്പം നമുക്ക് ആവശ്യപ്പെടാനെങ്കിലും നല്ലൊരു ബാത്റൂം കിട്ടിയിട്ടുണ്ട്. താഴെ 2 ബെഡ്റൂമിലും ബാത്ത് അറ്റാച്ച്ഡ് റൂമുള്ളത് സൗകര്യം തന്നെയാണ്. ഇനി നമ്മൾ നേരെ അപ്പർ ലിവിങ്ങിലേക്കാണ് പോകുന്നത്. സ്റ്റെയർ വന്നിരിക്കുന്നത് ടൈലും ഗ്രാനൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ്. ഹാൻഡ് റെയിൽ വന്നുള്ളത് റൈറ്റ് സൈഡിലാണ്. അതും കൊടുത്തിരിക്കുന്നത് സ്ക്വയർ ട്യൂബിലാണ്. നല്ലൊരു അപ്പർ ലിവിങ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെയും TV സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് സോഫ സെറ്റ് ഇടാവുന്നതാണ്. TV വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ ഭംഗിയായിട്ടൊരു TV സ്പേസും കിട്ടി, ഫാനും കിട്ടിയിട്ടുണ്ട്. മേലെ ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ബെഡ്റൂമിലേക്ക് വരികയാണ്. ക്യൂൺ സൈസ് ബെഡും കോട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മേലെ ഫാൾ സീലിംഗിൽ LED ലൈറ്റുകളും ഫാനും വന്നിട്ടുണ്ട്. മാസ്റ്റർ ബെഡ്റൂമാണ്. ഏകദേശം ഒരു 12 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. കബോർഡ് വന്നിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ വന്നിട്ടുണ്ട്. ബാത്റൂമിലേക്ക് വരികയാണെങ്കിൽ മിറർ, ലൈറ്റ്, വാഷ് ബേസിൻ, സിംഗിൾ പീസ് ക്ലോസറ്റ്, 2 ടാപ്പ്, ഷവർ കോക്ക്, ഹീറ്റിൻ്റെ പോയിന്റ്, റെയിൻ ഷവറൊക്കെ കൊടുത്തിട്ടുണ്ട്. മാറ്റ് ടൈലാണ് താഴെ. ഭിത്തി ഗ്ലോസിയും വന്നിട്ടുണ്ട്. നമ്മളിനി ഇതിൻ്റെ 4ാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. അപ്പർ ലിവിങ് സ്പേസിലുള്ള ബെഡ്റൂമുകളെല്ലാം തന്നെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഏകദേശം ഒരു 12 അടി നീളവും 12 അടി വീതിയുള്ള ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്.
നല്ലൊരു വാർഡ്രോബ്സ് കിട്ടിയിട്ടുണ്ട്. ഫാന് LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാത്റൂമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിളൊക്കെ കൊടുക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് സിംഗിൾ പീസ് ക്ലോസറ്റ്, ടാപ്പ് എല്ലാം സിറയുടെ ഫിറ്റിങ്സ് ആണ് കൊടുത്തുള്ളത്. ഹീറ്ററിൻ്റെ പോയിന്റും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫുള്ള് പെയിൻറ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മൾ ഇതിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് പോകുന്നത്. ഇത്രയും സ്പേസ് നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. റെയിൻ വാട്ടറൊക്കെ കറക്റ്റായിട്ട് പോകുന്ന രീതിയിൽ പ്ലംബിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു മാറ്റ് ടൈലാണ് കൊടുത്തുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ ബാൽക്കണിയിലേക്കാണ് വരുന്നത്. കോർണർ പ്ലോട്ട് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു L ഷേപ്പിൽ ഇവിടെ ബാൽക്കണി കിട്ടിയിട്ടുണ്ട്. ബാൽക്കണിയിലൊരു ആ ഭാഗത്ത് 2 ചെയറിടാം, ഇവിടെയും ഒരു ചെയറിടാൻ സ്പേസ് ഉണ്ട്. അപ്പം പുറത്തേക്ക് ഉള്ള വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. നേരെ ഇനി നമ്മൾ ഓപ്പൺ ടെറസിലേക്ക് കയറുന്ന എൻട്രൻസിലേക്കാണ് വരുന്നത്. അകത്തുനിന്ന് തന്നെയാണ് സ്റ്റെയർ കൊടുത്തുള്ളത്. സ്ക്വയർ ട്യൂബിൽ നല്ല വീതിയുള്ള സ്റ്റെപ്പ് തന്നെ കൊടുത്തിട്ടുണ്ട്. മേലേക്ക് കയറാം. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡോറും കിട്ടിയിട്ടുണ്ട്. ഓപ്പൺ ടെറസിലേക്ക് വന്നു. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഓൾറെഡി അലക്കി വിരിച്ചിടാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെയുണ്ട്. 3.5 സെൻറ്റ് ലാൻഡ് ഏരിയയിൽ 1550 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ് നമ്മളിപ്പോൾ കണ്ടത്. 4+ യൂട്ടിലിറ്റി എന്ന് തന്നെ പറയാം. നല്ല കിണറുവെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ്. ഇവിടുന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും ഈസി ആയിട്ട് പോകാവുന്നതാണ്. പള്ളിക്കര എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 59 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിളുമാണ്. ഇപ്പം പുതിയതായിട്ട് പെയിൻറ്റിങ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ വീടിൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ മറക്കാതെ കോൺടാക്റ്റ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.